ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ശാരിയാണെങ്കിൽ കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വാവേ കാക്കേ കാക്കേ കൂടെവിടെ എന്നൊക്കെ പാട്ടുപാടി. അപ്പോൾ ആ സൗണ്ട് കേട്ടതും നമ്മുടെ താരയാണെങ്കിൽ കിരണിൻ്റെയും കല്യാണിയുടെയും വീടിൻ്റെ വാതിക്കൽ നിന്ന് എത്തി നോക്കുക. അപ്പോൾ കുഞ്ഞവിടെ ഇരിക്കുന്നു. താരയ്ക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് താര അങ്ങോട്ട് ഓടി ചെല്ലുക. അപ്പോഴാണെങ്കിലോ ശാരി അത് കണ്ടു. ഈശ്വര, ഇവൾ എന്തിനാണാവോ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. താര, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദേ മോളെങ്ങാനും കണ്ട പ്രശ്നമാവും, നീ ചെല്ല്, അല്ലെങ്കിൽ തന്നെ നിന്നോട് അവൾ ദേഷ്യവും കയറി നടക്കുക. അപ്പോൾ താര, എനിക്ക് കുഞ്ഞിനെ ഒന്ന് തരാവോ എന്നും ചോദിക്കുകയാണ്. ശരി ശരി, കുഞ്ഞിനെ എടുത്തേച്ചു പെട്ടെന്ന് തന്നേച്ചു പോയിക്കോ എന്നും പറയുക. അങ്ങനെ കുഞ്ഞിനെ ശാരി താരയുടെ കയ്യിലേക്ക് കൊടുത്തു. താര കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറേ ഉമ്മയൊക്കെ കൊടുക്കുക, നെറ്റിയിലും കവളത്തും ഒക്കെ. ആ സമയത്ത് സരി വരുന്നത് കാറ് കണ്ടതും ശാരി പേടിച്ചു. ഈശ്വരാ, എല്ലാം കുഴഞ്ഞു, ദേ മോളെത്തി, എൻ്റെ താരേ, ഇനി എന്ത് സമാധാനം പറയുമെന്ന് എനിക്കറിയില്ല, നോക്ക് മോള് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കാണ്. അത് കേട്ടതും നമ്മുടെ താരയും പേടിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും കാറിൽ നിന്നും ചാടി ഇറങ്ങി സരയും ഭയങ്കര ദേഷ്യത്തോടെ വരിക. ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിൻ്റെ മുറ്റത്ത് കാലുകുത്തിയത്? എടി ആരോട് ചോദിച്ചിട്ടാന്ന് എന്നും പറഞ്ഞുകൊണ്ട് താരയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി കൊണ്ട് താര ആകെ ഇതായി പെട്ടെന്ന് തെറിച്ചും പോയി. അപ്പോൾ താരയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഈ സമയം അത് ശബ്ദം കേട്ട് കല്യാണിയും ദീപയും ഓടി ഉമ്മറത്തേക്ക് വരിക. എടി നിന്നോടല്ലേ ചോദിച്ചത്, ആരോട് ചോദിച്ചിട്ട് നീ ഇങ്ങോട്ട് കാല് കുത്തിയെന്ന്? നിൻ്റെ കയ്യും കാലും ഞാൻ വെട്ടി ഓടിക്കും. എടി നശിച്ചവളെ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും താരയെ പിടിക്കുന്നു, അടിക്കുന്നു, മുടി പിടിച്ച് കുത്തിപ്പിടിച്ച് വലിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ദീപയും കല്യാണിയും ഓടി അങ്ങോട്ട് വരിക. ഓടി വന്നതും എടി മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ പിടിച്ചൊരു ഒറ്റ തള്ളു കല്യാണിയുടെ തള്ളു കൊണ്ടതും സരയെ തെറിച്ചുപോയി. ഈ സമയം എന്താടി നീ ചെയ്യുന്നേ? നാശം പിടിച്ചവളെ, എന്തിനാടി നീ ആൻറ്റിയുടെ മുടിക്ക് കുത്തി പിടിക്കുന്നേ? അത് കേട്ടതും ഈ വൃത്തികെട്ട സ്ത്രീ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാലുകുത്തി എൻ്റെ കുഞ്ഞിനെ തൊടുന്നത് എന്തിനാ? അതിന് അർഹത ഉണ്ടായിട്ടാണെന്ന് തന്നെ കൂട്ടിക്കൊടി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആൻറ്റിയുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. നീ എന്നെ എന്ത് ചെയ്യോടി? എടി എന്ത് ചെയ്യുമെന്ന്? ദേ നീ ആൻറ്റിയെ കൊല്ലാൻ നോക്കിയ വിവരമൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്ക് പറ്റാത്തത് 2 പ്രാവശ്യം ചെയ്തിട്ട് പറ്റാത്തത് നീ വിക്രത്തെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കി. എന്നാ ഞങ്ങൾ സമ്മതിക്കില്ലടി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അത് കേട്ടതും നീ എന്നെ എന്ത് ചെയ്യോടി? എന്നെ വേദനിപ്പിക്കുന്നവരെയൊക്കെ ഞാൻ കൊല്ലും, അറിയാടി. നീ കൊലയാളിയുടെ മനസ്സുമായിട്ട് നടക്കുന്ന ഒരു കാലത്തെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. അതുകൊണ്ട് തന്നെ പറയുക, ദേ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും, എന്നിട്ടൊരു മൂലക്കിടും. അത് കേട്ടതും എന്നാ ഒടിക്കടി, എന്നാ തല്ലി ഒടിക്കടി എന്നും പറഞ്ഞുകൊണ്ട് സരയോ കല്യാണിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുക. അത് കണ്ടതും ദീപയാണെങ്കിൽ മോളെ വിടും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കുക. പക്ഷേ വിടുന്നില്ല. ശാരിയും പറയുന്നുണ്ട്. ഈ സമയം മുടിയിന്ന് കൈയെടുക്കടി, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നിന്നെ ഞാനിന്ന് കൊല്ലുവടി. ഇവരെ ഇങ്ങോട്ട് ഇളക്കി വിടുന്നത് നീ ഒറ്റ ഒരുത്തിയാ, ആണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ, നന്നായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സരയുടെ കവളത്തൊട്ടൊരു ഒറ്റ അടി, എന്നിട്ടൊരു ഒറ്റ തള്ളും. സരയെ വീണ്ടും തെറിച്ചുപോയി. ഈ സമയം സരയു കൈക്ക് നല്ല കരുത്താവളെ, അതെടി കയ്യിൽ നല്ല തഴമ്പ് തന്നെ ഉണ്ട്, അധ്വാനിച്ച തഴമ്പ്. അതുകൊണ്ട് നിന്നെ അടിക്കാനൊന്നും എനിക്കൊരു മിനിറ്റ് പോലും വേണ്ട, മനസ്സിലായല്ലോ? കൂടുതൽ കളിക്കാൻ നിന്നാലുണ്ടല്ലോ നീ വിവരം അറിയും മോളെ എന്നും പറയാം. അപ്പം മനോഹർ ഓടിയൊരു എന്തിനാ ഇവിടെ അടിക്കുന്നത്? എന്തിനാ കല്യാണി സരയുവിനെ അടിക്കുന്നത് എന്നും ചോദിക്കുകയാണ്. സരയുവിനെ തല്ലും, ചിലപ്പോൾ കൊല്ലും, അത് ചോദിക്കാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല, മാറി നിൽക്കട അങ്ങോട്ട് എന്ന കല്യാണി. ആ ഒരു ഒച്ച കേട്ടതും തന്നെ നമ്മുടെ മനോഹർ ഒന്ന് പേടിച്ചു. ഈ സമയം സരയു, കണ്ടില്ലേ മനുവേട്ടാ, കണ്ടില്ലേ എന്നെ തല്ലിയത് നിങ്ങൾ കണ്ടില്ലേ? ചോദിക്കും മനുവേട്ടാ, ഇല്ലെങ്കിൽ അവളുടെ കരണം നോക്കി 2 പുകയ്ക്ക്. അത്രയ്ക്ക് ധൈര്യം ഇവനുണ്ടെങ്കിൽ, ഇവനാണെങ്കിൽ എൻ്റെ കരണത്തെ അടിക്കാൻ പറ, അടിക്കടാ എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ മനോഹർ ആകെ പേടിച്ച് വിറച്ചു. ഈശ്വര, ഇവളുടെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുള്ളതാ. അത് പിന്നെ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല മോളൂ, സ്ത്രീകളുടെ കരണത്ത് ഞാൻ കൈ വയ്ക്കാറുമില്ല എന്നും മനോഹർ. എൻ്റെ മനുവേട്ടാ, ഇത്രയ്ക്ക് പേടിത്തൂറിനായി പോയല്ലോ നിങ്ങൾ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ഒന്ന് പോടി, നീ എന്താ പേടിപ്പിക്കുകയാണോ? അപ്പോൾ ദീപ, എൻ്റെ മോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച നിന്നെ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവൾ തന്നെ ചെയ്തോളും. അവൾക്ക് 10-20 പെണ്ണുങ്ങൾ ഒരുമിച്ച് വന്നാലും എതിർത്ത് നിൽക്കാനുള്ള ശക്തിയുണ്ട്. അത് കേട്ടതും അറിയാം,
ചെറുപ്പം കാലം മുതലേ തൊഴുത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ തഴമ്പല്ലേ. അതുകൊണ്ട് ഇവൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നെ ചൊടിപ്പിച്ച കൊല്ലും ഞാൻ, മറഞ്ഞു നിന്നാണേലും കൊല്ലും. നീ കൊല്ലടി, നീ കൊല്ല്, നിനക്ക് തൻ്റെ ഉണ്ടെ നീ കൊല്ല്. ഇവള് പെണ്ണൊന്നുമല്ല, ഇവളെ പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ കരുത്തുവാ. അത് കേട്ടതും അത് നീ നിന്നെ തന്നെ പറഞ്ഞാൽ മതി. ശരിയാണ്, എനിക്ക് കരുത്തുണ്ട്. പക്ഷേ നീയാണ് പെണ്ണിൻ്റെ രൂപവും മൃഗത്തിൻ്റെ മനസ്സും വെച്ചുകൊണ്ട് നടക്കുന്നവൾ. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ എല്ലാം എടുത്ത് പുറത്തിടും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ നീ ശ്രമിച്ചു, ഗുണ്ടകളെ വിട്ട്. അതും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടില്ല. ഇതിനുള്ള തിരിച്ചടി നിനക്ക് പിന്നാലെ വരുന്നുണ്ട് സരയു, നീ സൂക്ഷിച്ചോ, നീ എണ്ണിപ്പിറക്കിയിരുന്നോ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ സരയു, അതെടി ഇനിയും ഞാൻ കൊല്ലും, നീ വിധവയായിട്ട് നടക്കുന്നത് എനിക്ക് കാണണം. അത് കേട്ടതും എന്നാ നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ, എന്നെ വിധവയാക്കാൻ ശ്രമിക്കുന്ന നീ കല്യാണം കഴിഞ്ഞതോടുകൂടെ തന്നെ വിധവയായടി. അത് കേട്ടതും മനോഹർ ഞെട്ടിപ്പോയി. ഈശ്വര, ഇവളെല്ലാം തുറന്നു പറയോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സരയു ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കണം, ഒരക്ഷരം മിണ്ടാനാകാതെ. ആൻറ്റി പോകാം എന്നും പറഞ്ഞ് താരയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മനോഹറിനോട് ഇത്രയൊക്കെ അവൾ പറഞ്ഞിട്ടും ഒരക്ഷരം തിരിച്ചു പറയാനോ അവളുടെ കരണത്ത് രണ്ട് പൊട്ടിക്കാനോ മനുവേട്ടന് കഴിഞ്ഞില്ലല്ലോ. മനുവേട്ടന് ഇത്രയ്ക്ക് പേടിയായിപ്പോയല്ലോ. എന്താ മനുവേട്ട ഇത്? മോളു, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തല്ലിയും കൊടുത്തു ശീലം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഒരാളോടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നവനല്ല ഞാൻ, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ടും ഒരു കേസും കാര്യങ്ങളും എൻ്റെ പേരിലില്ലാത്തത്. ഒരു കോടതി പോലും ഞാൻ കയറി ഇറങ്ങിയിട്ടില്ല മോളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് മനോഹർ. എന്നാലും മോളെ, നീ ആ കല്യാണിയെ വെല്ലുവിളിച്ചത് ശരിയായില്ല. മിണ്ടരുത്, നിങ്ങളും മിണ്ടരുത്. നിങ്ങൾ ഒറ്റൊരുത്തിയെ ഈ പ്രശ്നത്തിന് മുഴുവനും കാരണം. ആ വൃത്തികെട്ട ശവം ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തത് നിങ്ങളെപ്പോലും എനിക്കിപ്പോൾ വിശ്വാസമില്ല. ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് സരയോ അങ്ങ് മുകളിലേക്ക് പോവുക. അപ്പോൾ മനോഹർ, കഷ്ടം, എന്തായാലും നിങ്ങൾ കാരണം ഇന്നിവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. കല്യാണി ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. അപ്പോൾ താരയോട് പറയുക, എന്തിനാ ആൻറ്റി അങ്ങോട്ട് പോയത്? ആൻറ്റിയോട് പറഞ്ഞതല്ല അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോൾ ദീപ, എത്ര പറഞ്ഞാലും താര കേൾക്കില്ല. ഞങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയ താര നേരെ അപ്പുറത്തെ വീട്ടിലാണല്ലോ. സ്വന്തം അമ്മയെ കൊല്ലാൻ നടക്കുന്ന ഒരു ദുഷ്ടത്തിയാവള്. പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, സ്വന്തം മകള് കൊല്ലാൻ നടക്കുന്നു, ശരി തന്നെയാ. പക്ഷേ ആ കുഞ്ഞെന്ത് പഴിച്ചു? പേരക്കുട്ടിയെ കാണാനുള്ള ഈ അമ്മമ്മയുടെ മോഹമല്ലേ അത്. അപ്പോൾ താര, അതെ, നാളെ കുഞ്ഞിൻ്റെ ചോറൂണാ, ആ സമയത്ത് എനിക്കും പങ്കെടുക്കണം. അത് കേട്ടത് എൻ്റെ ഈശ്വര, ഇപ്പം അതിനൊന്ന് കാണാൻ പോയതിന് കിട്ടിയതേ മറന്നില്ല. അതിനു മുമ്പ് തന്നെ ചോറൂണിനും പങ്കെടുക്കണമെന്ന് പറയുവാണോ? എൻ്റെ താര, നീ വെറുതെ കളിക്കല്ലേ എന്നും ദീപ. അത് കേട്ടതും, ഇല്ലമ്മേ, ആൻറ്റി പറഞ്ഞതിൽ ന്യായമുണ്ട്. ആ ചോറൂണിന് പങ്കെടുക്കേണ്ടത് ആൻറ്റി തന്നെയാണ്. അതിനുള്ള അവകാശവും അധികാരവും ആൻറ്റിക്കുണ്ട്. സരയു കഴിഞ്ഞ അടുത്ത അവകാശി ആൻറ്റി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കിരണേട്ടാ, എന്തായാലും അവൾ അനുഭവിക്കണം. അതിന് താരാൻ്റെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം. അതെൻ്റെ ഒരു വാശിയാണ്. ഇന്ന് താരാൻ്റിയെ തല്ലിയതിന് അവൾ ഉറപ്പായിട്ടും കരയണം നാളെ. താര ആൻറ്റിയുടെ അവകാശം അത്. താര ആൻറ്റി കൊച്ചിന് മടിയിലിരുത്തി ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി വാശി പിടിക്കുക. എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ നോക്കി അവൾ അനുഭവിക്കണം, അവൾ പൊട്ടിക്കരയണം. എന്നെ ഇതുവരെയും അവൾ കൊല്ലാൻ നോക്കിയത് നിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അല്ലേ കല്യാണി? അതെങ്ങനെ പോകും? എൻ്റെ ജീവനെയാണ് അവൾ കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ളപ്പോൾ എനിക്കത് മറക്കാൻ പറ്റുമോ? മരിച്ചാലും ഞാനത് മറക്കില്ല. എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കും. അതെല്ലാം അവളുടെ നാശത്തിനായിരിക്കും എന്നും കല്യാണി. ഈ സമയം നമ്മുടെ കിരൺ, ശരി എന്നാൽ പിന്നെ ആ കാര്യം നമുക്ക് നടപ്പിലാക്കാം. എത്രയും പെട്ടെന്ന് മനോഹറിനെ ചെന്ന് കാണാം, മനോഹറിനെ വെച്ച് തന്നെ വേണം നമ്മളിത് ചെയ്യാൻ എന്നും പറയണം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ പുറപ്പെടുവാണ്. ഈ സമയമാണെങ്കിൽ മനോഹർ കാത്തു നിൽക്കുക. അപ്പോഴേക്ക് കിരണും കല്യാണിയും എത്തി. എന്താ സാറേ കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ലടാ, സുഖമാണോ എന്നും കിരൺ ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ല സാറേ എന്നും മനോഹർ. ഇതുവരെ ഒരു കുഴപ്പമില്ല അല്ലേ? ഇനി കുഴപ്പം വല്ലതും ഉണ്ടാവണോ? ഏയ് വേണ്ട സാറേ എന്നും മനോഹർ. അത് കേട്ടതും, കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ നീ ചെയ്യണം. എടാ, ഒരു സംശയം. എന്താ സാറേ? താര ആൻറ്റി സരയുവിൻ്റെ അമ്മയാണോ എന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞോ? ഏയ് ഇല്ല സാറേ, അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞെങ്കിൽ അവൾ കൊല്ലാൻ നോക്കുമോ? അത് കേട്ടതും, അവൾ നോക്കും, അതുകൊണ്ടാണ് ചോദിച്ചത്.
മൃഗങ്ങൾക്ക് പോലും മനസാക്ഷി ഉണ്ടാവും, എന്നാൽ അവൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവൾ ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണോ അവരെ കൊല്ലാൻ നടക്കുന്നതെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളത്തെ ദിവസം എന്താടാ? അത് കേട്ട് നാളെ കുഞ്ഞിൻ്റെ ചോറൂണാ സാറേ. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയാം. അതുപോലെ തന്നെ നീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്താ സാറേ, എന്ത് കാര്യമാണ്? നാളെ കുഞ്ഞിൻ്റെ ചോറൂണിന് പങ്കെടുക്കുന്ന ആരൊക്കെയാ? അത് പിന്നെ സരയും ആ ബകാസുരനും പിന്നെ അയാൾക്കുടെ ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ടാവും. എന്നാലേ കുഞ്ഞിനെ മടിയിലിരുത്തി ആരാ ചോറ് കൊടുക്കുന്നത്? അത് പിന്നെ ആര്? സരയുൻ്റെ അമ്മ. യഥാർത്ഥത്തിൽ സരയുൻ്റെ അമ്മ അതല്ലല്ലോ. ചടങ്ങനുസരിച്ച് ശരിക്കും കൊടുക്കേണ്ടത് താരാൻ്റിയല്ലേ എന്നും കിരൺ അത് കേട്ടതും അതെ, അത് ശരിയാണ്. പക്ഷെ അത് നടക്കില്ലല്ലോ സാറേ. സരയുന് അവരെ കണ്ടുകൂടാത്ത സ്ഥിതിക്ക് ഞാൻ പോയി അത് ചെയ്യുന്നത് എങ്ങനെ ശരിയാവുന്നത്? എന്നാൽ നീ അത് ചെയ്യണം. നാളെ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ മടിയിലിരുത്തേണ്ടത് താരയാൻ്റി ആയിരിക്കണം. അത് കേട്ടതും മനോഹർ ഞെട്ടി. ഈശ്വര, അതെങ്ങനെ നടക്കും? സരയു അറിഞ്ഞാൽ അവൾ കൊല്ലും. അയ്യോ സാറേ, എനിക്ക് പേടിയാണ് സാറേ. അവൾ ആകെ സമനില തെറ്റി നടക്കുക സാറേ. അവൾ കൊല്ലും. അത് കേട്ടതും കൊല്ലുമെന്ന് എനിക്കറിയാം. എന്നാലേ അവളെ കൊല്ലാതെ കൊല്ലേണ്ടത് നീയാ. മര്യാദയ്ക്കല്ലെങ്കിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് നീ പെരുങ്കള്ളനാണെന്ന് അവളോട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ അവൾ കൊല്ലാൻ നടക്കുന്നത് എന്നെയോ താരയാൻ്റി ആയിരിക്കില്ല, നിന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ച മോനെ. സരയുവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാതിരിക്കണമെങ്കിൽ നാളെ താരയാൻ്റിയുടെ മടിയിലിരുന്ന് വേണം കുഞ്ഞ് ചോറുണ്ണാൻ. അത് കേട്ടതും ശരി സർ, ഞാൻ ശ്രമിക്കാം, പറഞ്ഞു നോക്കാം. പക്ഷെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിക്കണം. നിനക്ക് തന്നെ സൗജന്യത്തിന് നീ ഞങ്ങൾക്കും തിരിച്ചോരോന്ന് ചെയ്തേ പറ്റൂ മനോഹറെ. നീയൊരു പെരുങ്കള്ളനാണെന്ന് അറിഞ്ഞിട്ടും നീ പിടിച്ചു നിൽക്കുന്നതേ ഞങ്ങളുടെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് താരയാൻ്റിയുടെ അവകാശവും അധികാരവും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അവരുറപ്പായിട്ടും ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കണം. അതിന് നിങ്ങൾ വേണം സരയുവിനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ. അത് കേട്ടതും ശരി ഞാൻ സംസാരിക്കാം. എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് നടന്നാലും എന്നെ കുറ്റപ്പെടുത്തരുത്. എന്ത് നടക്കുമെന്നല്ല, അത് തന്നെ നടക്കണം. എന്നാൽ ചെല്ല്, ഇപ്പം തന്നെ പോയി നിൻ്റെ ഭാര്യയോട് പറ എന്നും പറയണം. അത് കേട്ടത് മനോഹർ അങ്ങോട്ട് പോവുക. ഈ സമയം സരയോടിരിക്കുക. മനോഹരൻ ഇതെവിടെ പോയതാ? അത് പിന്നെ ഞാനൊരാളെ കാണാൻ പോയതാ മോളെ. ആരെ? അല്ല ഞാനിങ്ങോട്ട് വരുന്ന വഴി അവരെ കണ്ടായിരുന്നു. ആരെ? ആ താരയെ. അവരെ കാണുന്ന കാര്യം മനോഹരൻ എന്തിനാ എന്നോട് പറയുന്നത്? അത് പിന്നെ മോളെ, എത്രയൊക്കെ ആയാലും മോളുൻ്റെ അമ്മയല്ലേ. എൻ്റെ അമ്മയോ? എൻ്റെ അമ്മ ഈ വീട്ടിലുണ്ടല്ലോ. എൻ്റെ മോളു, അതല്ലല്ലോ സത്യം മോളു എന്നോട് തുറന്നു പറഞ്ഞതിന് ശേഷം എനിക്ക് അവരോട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ട്. കാരണം എത്രയൊക്കെ ആയാലും എൻ്റെ അമ്മായിയമ്മയല്ലേ എന്നും പറയാതെ. മനുവേട്ട, അങ്ങനെ ഒരു പേര് പോലും പറഞ്ഞു പോരുത്. അവർ മനുവേട്ടൻ്റെ അമ്മായിയമ്മയല്ല. മനുവേട്ടൻ്റെ അമ്മായിയമ്മ ഈ വീട്ടിലുള്ളതാ. ശരി, ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ എല്ലാ അധികാരാവകാശവും താരാൻ്റിക്കല്ലേ മോളൂ. അതുകൊണ്ടാണ് ഞാൻ അവരെ കണ്ടപ്പോൾ സഹതാപത്തോടൊന്നും നിന്നത്. എനിക്ക് അവരോട് ഇത്തിരി സഹതാപമൊക്കെ ഉണ്ട്. കാരണം 10-25 വർഷം അവർ പ്രസവിച്ച കുഞ്ഞാരാണെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം മോളാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നത് തെറ്റാണോ മോളു? എന്നെ ഇതായിടത്തോളം അത് തെറ്റ് തന്നെ മനുവേട്ടാ. അവരെന്നെ തേടി വരരുതായിരുന്നു. ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവർ കണ്ടതല്ലേ. എന്നിട്ടും ഒരു നിലയും വിലയില്ലാത്തവർ എന്തിനാ എന്നെ തേടി വന്നത്? ജീവിക്കാൻ ഒരു വകയില്ലാത്തവർ. അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു പെറ്റമ്മയുടെ വേദന മോളൊന്ന് ആലോചിച്ച് നോക്ക്. മോളുവിൻ്റെ കുഞ്ഞിനെ കാണാതായ മോളിന് എന്തോരം സങ്കടമുണ്ട്. അതുപോലെയല്ലേ അവരുടെയും കാര്യം. അത് കേട്ടതും എൻ്റെ മനുവേട്ട, അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ഞാൻ. മനുവേട്ടനും കൂടെ എന്നെ വേദനിപ്പിക്കരുത് എന്നും പറയണം. അത് കേട്ടതും മോളു, ഞാൻ വേദനിപ്പിക്കുന്നതല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുക. നാളെ ചോറൂണ് സമയത്ത് ഉറപ്പായിട്ടും താരാൻ്റി പങ്കെടുക്കട്ടെ. എന്നിട്ട് കുഞ്ഞിന് മടിയിലിരുത്തി ചോറ് കൊടുക്കേണ്ടത് താരാൻ്റി അല്ലേ. മിണ്ടിപ്പോകരുത്. ഇങ്ങനെയൊക്കെ സംസാരിച്ച മനുവേട്ടനോട് എനിക്ക് കയർത്ത് സംസാരിക്കേണ്ടി വരും. അത് കേട്ടതും മോളു, അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. കിരണിനും കല്യാണിക്കും അവരെല്ലാ സത്യങ്ങളും ചിലപ്പോൾ മോളുവിൻ്റെ ഇപ്പോൾ ഉള്ള അമ്മയുടെ മുൻപിൽ വെച്ച് തുറന്നു പറഞ്ഞാൽ മോളു എന്ത് ചെയ്യും? അതുകൊണ്ട് മോള് സൂക്ഷിക്കണം. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോളൂ. അവർ തന്നെ ചോറ് കൊടുക്കട്ടെ. വേണ്ട മനുവേട്ടാ, അങ്ങനെ സംഭവിച്ച അവരെ എടുത്ത് ഞാൻ വലിച്ച് പുറത്തിടും. അത് കേട്ടതും വഴക്കിനും പ്രശ്നത്തിനും ആണെങ്കിൽ ഞാൻ അങ്ങ് എൻ്റെ പാട്ടിന് പോകും എന്ന് മനോഹർ. അപ്പസാരെ ഞെട്ടി. എന്നെയും കുഞ്ഞിനെ ഇട്ടേച്ച് മനുവേട്ടൻ പോകുമോ? ഞങ്ങളില്ലാതെ മനുവേട്ടന് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പക്ഷെ എനിക്ക് സഹിക്കട്ട, ഞാൻ പോകും. സത്യങ്ങൾ അവർക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ തല്ല് കൊണ്ടാലും ഒന്നും പറയാൻ പറ്റില്ല മോളും. എല്ലാം അവർ തുറന്നു പറയും. അതുകൊണ്ട് നമ്മൾ സഹിച്ചേ പറ്റൂ. ഇപ്പം നമ്മൾ സഹിക്കേണ്ട സമയമാണ്.
നാളെ നമുക്കൊരു ദിവസം വരും, അതുവരെ കാത്തിരുന്നേ വഴിയുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ സരയു ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ സമ്മതിക്കും മോളെ, ഇല്ലാതെ ഒരു രക്ഷയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹരം ഈ സമയം നമ്മുടെ രൂപയും CS-ഉം തിരിച്ചെത്തുകയാണ്. അപ്പോൾ യാമിനി ആഹാ സാറും മേഡവും വന്നോ എന്നും പറയാ. ഞങ്ങൾ വന്നു യാമിനി എന്നും പറഞ്ഞവരകത്തേക്ക് കയറി. അതേ നിങ്ങളിവിടുന്ന് പോയപ്പോൾ ഇവിടെ പല കൂത്തുകളും നടന്നു, അതൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. ആ പ്രകാശൻ 8 നില പൊട്ടിയതും തറ പറ്റിയതൊക്കെ അല്ലേ, അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അയ്യോ അതൊന്നും അല്ല, വേറെ പല പ്രശ്നവും ഉണ്ടായി. എന്താ? ആ സരയും വിക്രമും കൂടെ ചേർന്ന് താരേ എന്ന് പറയുന്നവരെ കൊല്ലാൻ നോക്കി 3 പ്രാവശ്യം. പക്ഷെ അതിൽ നിന്നെല്ലാം കിരൺ സാറും കല്യാണി മോള് രക്ഷിച്ചു. പിന്നെ നടന്നതെന്തെന്നറിയാമോ? ഗുണ്ടകളെ വിട്ട് കിരൺ സാറിനെ കൊല്ലാൻ ആ സരയു നോക്കി. അത് കേട്ടതും ചന്ദ്രസേനൻ്റെ കാലിൻ്റെ തള്ളവിരൽ മുതൽ തലമുടി വരെ പെരുത്ത് കയറുക. കാരണം തൻ്റെ പൊന്നുമോനെ കൊല്ലാൻ നോക്കിയ ആ സരയുനെ ഇനി CS വെറുതെ വിടുവോ? അതെ, ഇനി CS-ൻ്റെ താണ്ഡവമാണ്. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക ആ അടിപൊളി വിശേഷത്തിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.